ഇനി ഞാൻ വന്നിട്ടുള്ള പഴവും ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കിഡ്ലൻ ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ അതിനൊരു ബൗളിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഒന്ന് ചേർത്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയില്ലാതെ നല്ല പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണ്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി അടുത്തതിലോട്ട് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ 2 അച്ച് ശർക്കര ഒന്ന് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്ടത്. ഇതും കൂടി ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് എടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് സേമിയ കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. വറുത്താലും വറുക്കാത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി സേമിയ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 2 മിനിറ്റ് തന്നെ വെന്ത് കിട്ടാവുന്നതാണ്. സേമിയ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നേന്ത്രപ്പഴം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്, മീഡിയം പഴുപ്പുണ്ടല്ലോ ഒന്ന് എടുത്താൽ മതിയേ. ഇതും കൂടെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. പഴം കൂടെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് എടുക്കുക. ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ശർക്കര പാനി തിളച്ചിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഗോതമ്പ് പൊടിന് മിക്സ് ഉണ്ടല്ലോ, അതിലോട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകിയിട്ട് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. പിന്നെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിന് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ബാലൻസിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. അടുത്തതിലോട്ട് വേണ്ട തേങ്ങാപ്പാലാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് 1 പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് 1 പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. 1 പാലും കൂടെ ചേർത്ത് പക്ഷേ തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പഴവും ഗോതമ്പൊടി വെച്ചുള്ള കിഡ്ലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതി ഉണ്ടാക്കിയിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.